24 വാർത്താ അവതാരകരുടെ പ്രകടനത്തോടെയാണ് പ്രേക്ഷക സമ്മേളനത്തിന് തിരശ്ശീല ഉയർന്നത്. ഗായകൻ MG ശ്രീകുമാർ, സംഗീത സംവിധായകൻ ശരത്ത്, ഫ്ലവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളും കലാപ്രകടനങ്ങളുമായി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തെ കാഴ്ചക്കാരെ ആവേശത്തിലാക്കി. വാർത്താവായനയിലൂടെ മാത്രം കണ്ടുപരിചയമുള്ള 24 അവതാരകരുടെ നൃത്തച്ചുവടുകളാണ് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തെ സ്വാഗതം ചെയ്തത്. മലയാളികളുടെ പ്രിയ ഗായകൻ MG ശ്രീകുമാറും സംഗീത സംവിധായകൻ ശരത്തും പാട്ടുകളിലൂടെ ജനസദസ്സിനെ കയ്യിലെടുത്തു. ഫ്ലവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളായ ടോപ്പ് സിംഗർ, മ്യൂസിക്കൽ വൈഫ് താരങ്ങളും കലാപ്രകടനങ്ങളുമായി വേദിയിൽ നിറഞ്ഞു. നോവുമാറ്റി കരകയറ്റും സ്നേഹിതരം നാം, ദേശം മലയാളം വേർതിരിവില്ലാത്ത നാട്, നാടിന്റെ അഭിമാനം കാത്തിടുന്ന സ്വർഗനാട്, ഇഷ്ടമോടെ അടിച്ചുപൊളി പാട്ടുപാടിയാണ് നടനും അനുകരണ കലാകാരനുമായ ടിനി ടോം അവതരിച്ചത്. പെൺകുട്ടികളെ പീഡിപ്പിച്ച പള്ളിക്കാരും പട്ടക്കാരും വീട്ടുകാരും നാട്ടുകാരും പാർട്ടിക്കാരും പോലീസുകാരും ചവിട്ടിക്കൂട്ടും ഓർത്തോട്ട. സമ്മേളനത്തിനെത്തിയ പ്രേക്ഷകർക്കിടയിൽ നിന്നും ചിലർ പാട്ടുപാടി കയ്യടി നേടി. അതിൽ വൈറ്റിലയിൽ നിന്നെത്തിയ 75-കാരിയുടെ സംഗീതം സമ്മേളനത്തിനെത്തിയവരുടെ ഉള്ളുലച്ചു. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീതികളിൽ ഇതാ നീ വീണ്ടും ഒരു മിമിക്രി, സംഗീത നൃത്തപ്രകടനങ്ങളുമായി ഫ്ലവേഴ്സിലെ പരിപാടികളിലൂടെ ശ്രദ്ധേയരായ കലാകാരന്മാരും അഭിനേതാക്കളും സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി. തീര 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 ചെറുതീര തുള്ളും, തീര 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 മറുതീര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ഫ്ലവേഴ്സിന്റെ സംഗീത സംരംഭമായ ഫ്ലവേഴ്സ് സിംഫണിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. എത്രയോ കലാകാരന്മാര്, ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരുണ്ട്, അവർ കഴിവുള്ള കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ ഫ്ലവേഴ്സിൽ അതിനുള്ള തക്കതായി ചെറിയ കുഞ്ഞുങ്ങൾ മുതൽക്ക് പ്രായ ആളുകളും വരെയുള്ള ആളുകൾ, കലാകാരന്മാർക്ക് സന്ദർഭം കൊടുക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ ഫ്ലവേഴ്സ്. ചരിത്ര സമ്മേളനം വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ എന്നും ഓർമ്മിക്കപ്പെടും. 24 കൊച്ചി. അപ്പോൾ ഇന്നലെ അങ്ങനെയായിരുന്നു. പ്രേക്ഷകരെ ചേർത്ത് നിർത്തുന്ന അവരുടെ കരുതൽ കേൾക്കുന്ന സങ്കടങ്ങളൊക്കെ ഒരുപാട് കേട്ടു, ഒരുപാട് വിഷമങ്ങളൊക്കെ കേട്ട. അതേസമയം തന്നെ കലാവിരുന്നുകൾ കൊണ്ട് പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത, പ്രേക്ഷക സ്നേഹം കൊണ്ട് അവതാരങ്ങളെ ഞങ്ങൾക്കും ഒരിക്കലും മറക്കാനാവാത്ത എന്ന് പറഞ്ഞാൽ, ഇന്നലെ പരിപാടി കഴിയാൻ നേരം സംഗീത സംവിധായകൻ ശരത്ത് സർ അല്ലെങ്കിൽ ശരത്തേട്ടൻ എന്നൊക്കെ വിളിക്കുന്ന അവർ, അദ്ദേഹം അടുത്ത് വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അതൊക്കെ വ്യക്തിപരമായും നമ്മൾ എല്ലാ കാലവും മനസ്സിലേക്ക് എടുത്തു വെക്കാവുന്ന, സൂക്ഷിച്ചു വെക്കാവുന്ന നല്ല അനുഭവങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നന്ദി.